ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാർവൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ച ആട്ടോ, രാവിലെ 8:10 സമയം. കണ്ടോ മഞ്ഞ് കണ്ടോ? ഈ മഞ്ഞ് രാവിലെ ഇങ്ങനെ വരാൻ കാരണം രാവിലെ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ 8:10 വീഡിയോ എടുക്കുന്നത്. കാരണം 7:30 ആയി പിന്നെ പയ്യൊക്കെ എണീറ്റ് വന്നത്. ഞായറാഴ്ചയല്ലേ, അപ്പോൾ പതുക്കെ എണീറ്റാൽ മതി. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്ന് തീയൊക്കെ പിടിപ്പിച്ച് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് അരിയൊക്കെ അടുപ്പിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചാണേ. ഇന്ന് ഫുള്ളായിട്ട് വീട്ടിലിരിക്കുന്നു, കുറേയധികം ജോലികളൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ഇന്നത്തെ കുഞ്ഞു കാര്യങ്ങളുമായിട്ട് ഒരു കുഞ്ഞു വീഡിയോയുമായിട്ട് വരാമെന്ന് വിചാരിച്ചാണ് രാവിലെ തന്നെ ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങണം പണികൾ. ഇത് കണ്ടോ, മുറ്റമൊക്കെ കിടക്കുന്നുണ്ടോ? ആകെപ്പാടെ ഇലയെല്ലാം വീണ് നാശകോശമായി കിടക്കുകയാണ്. കണ്ടോ, ഈ കണിക്കൊന്നയുടെ ഇല, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്കയുടെ ഇല, പൂച്ചെടികളുടെ ഇല, നെല്ലിമരത്തിൻ്റെ ഇല എല്ലാം അങ്ങനെ വീണ് കിടക്കുവാണേ. അപ്പം മഴ മാറിയിട്ട് വേണം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം അടിച്ച് വാരി വൃത്തിയാക്കണം, ഇവിടെയൊക്കെ ശരിയാക്കണം. അതാണിന്ന് രാവിലത്തെ ഒരു ടാസ്ക് എന്ന് പറയാം, മുറ്റം അടിക്കൽ. അപ്പോൾ രാവിലെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർക്കാം. അപ്പം മഞ്ഞ് കുറയും, മഴയുണ്ട് കേട്ടോ, നന്നായിട്ട് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. കുഞ്ഞു മഴകളുണ്ട്, അതൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം പനി ഒക്കെ പിടിക്കും. ശംഖുപുഷ്പത്തിൽ 5-6 പൂവൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇടയ്ക്ക് അതിനെ പറിച്ച് തിളപ്പിച്ച് കുടിക്കണം. ഔഷധ ഗുണമാണെന്നല്ലേ പറഞ്ഞു. ഇതുണ്ട്, ഇതിലെല്ലാം അഴിച്ച് വാരാൻ കിടക്കുവാണേ. പപ്പിപ്പട്ടിയാണെങ്കിൽ മഴ കാരണം തണുത്ത് വിറച്ച് ഉണ്ട്, തലയൊക്കെ അങ്ങോട്ട് 2 കൈയും ഒക്കെ എടുത്ത് വെച്ച് തണുക്കാതെ കിടക്കുവാൻ തോന്നുന്നു. തണുപ്പുണ്ടോടി? ഓ, അന്നേരത്തിന് ഭയങ്കര ചൊറിച്ചിലാണ്. എന്തെങ്കിലും ചോദിക്കുകയോ വർത്താനം പറയുകയോ ചെയ്താൽ അപ്പം ചൊറിച്ചിലങ്ങ് തുടങ്ങും. ചൊറിച്ചിൽ, പുറത്തൊക്കെ കടിക്കൽ, പേനരിക്കൽ. മിണ്ടാൻ പോയ ഇതാ കുഴപ്പം. മിണ്ടാതിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു, അനങ്ങാതെ അവിടെ കിടന്നേനെ. കണ്ടോ, ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം പിന്നെ നമുക്ക് അകത്ത് കയറി അത്യാവശ്യം പണികളൊക്കെ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റൂലായിരിക്കും. ഇന്ന് രാവിലെ മഴയായതുകൊണ്ട് കൊച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി, ബൈക്കേ പോയാൽ നനയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് എനിക്കിവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ പറ്റും, അടിച്ച് വാരി തെളിച്ച്. അപ്പം ഞാൻ അടിയും വാരിയൊക്കെ കഴിഞ്ഞ് തെളിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്നും കൂടെ നമുക്ക് നോക്കാം. തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ദിവസമായില്ല, 8 ദിവസം കൂടുമ്പോഴും 15 ദിവസം കൂടുമ്പോഴൊക്കെ എനിക്ക് തുടയ്ക്കാൻ സമയമുള്ളൂ. കാരണം എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോകുന്നു, രാത്രി വന്ന് കയറുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ നേരമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഉച്ചക്കത്തേന് ഒരു പൊതി കെട്ടി കൊച്ചിന് കൊടുത്തു വിടണം. അപ്പോൾ ആ പൊതി കെട്ടാനുള്ള കറി പാവയ്ക്ക തോരൻ വെക്കണം. ഈ പടവലങ്ങയും ചെമ്മീനും ഉണക്കച്ചെമ്മീനും കൂടെ ഒരു ചാറ് പോലെ, തക്കാളിയും ചേർത്തൊരു ചാറ് പോലെ ഒരു കറി ഉണ്ടാക്കണം. അങ്ങനെ ഒരു ചാറും ഒരു തോരനും അവിടെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഇവിടെ വന്ന കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചേക്കുവാണ്, അത് കുടിക്കണം. പഞ്ചസാരയുടെ അടുത്തേക്ക് നോക്കാൻ പാടില്ല എനിക്ക്, അതുകൊണ്ട് പഞ്ചസാരയും ഞാൻ ശത്രുവായിപ്പോയി. അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചോറൊക്കെ അടുപ്പിലിട്ടിട്ടുണ്ട്, തിളച്ച് വെന്ത് കിടക്കുക കേട്ടോ. അടച്ചൂറ്റി ഇടണം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ എൻ്റെ പണികൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇന്നലെ വാങ്ങിച്ച ഇറച്ചി അതിന് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ കരിങ്കല്ല് പോലെ ഇരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണേ. ഇത് നമ്മുടെ മുറ്റത്തെ മുളക് കേട്ടോ, എല്ലാം പഴുത്ത് പക്ഷി കൊത്തി തിന്നു പോയി. ഇപ്പം ഈ മൂടൽ ന്യൂനമർദ്ദം കാരണം വെയിലില്ലല്ലോ, അതുകൊണ്ട് ഉണങ്ങാനൊന്നും പറ്റുന്നില്ല. കുറേ മുളക് ഞങ്ങൾ ഉണങ്ങി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി ഒക്കെ വെക്കണം. അപ്പോൾ ഇന്നത്തെ അത് കഴിഞ്ഞ് 4 മണി വരെ പണി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, 4 മണി കഴിഞ്ഞാൽ കുടുംബശ്രീ. 4 മണിക്കാണ് ഞങ്ങളുടെ കുടുംബശ്രീ കൂടുന്നത്, 4 മണിക്കാണ്. അപ്പോൾ കുടുംബശ്രീക്ക് പോകണം. അങ്ങനെ ഇന്ന് ഫുൾ ഡേ വീട്ടിലിരുന്നാലും തിരക്കാണ്, അറിയാലോ.
പിന്നെ തുണി അലക്കണം, അങ്ങനെയൊക്കെ. അനുമോൾ ഇന്നലെ വീട്ടിൽ പോയി. ഇന്നലെ ഇന്നും അവധി ആയതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് 2 ദിവസം നിൽക്കട്ടെ എന്ന് കണക്ക് കൂട്ടി കേട്ടോ. സ്വന്തം വീട്ടിൽ പോകണം. പെൺപിള്ളേരെ കെട്ടിച്ച് വിട്ടാണ്ടല്ലോ. എൻ്റെ മോളെ കെട്ടിച്ച് വിട്ടിട്ട് അവൾക്ക് എങ്ങനെ സമയവും കാലവും ഉണ്ടാക്കി വീട്ടിൽ പോകാം. എൻ്റെ കൊച്ചുമൊക്കാണെങ്കിൽ ഇടുക്കി പോകണമെന്ന് ഒറ്റയ്ക്കൊരു ചിന്തയുള്ളൂ. നമ്മളെന്നാ അമ്മ ഇടുക്കി പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഭയങ്കര ബഹളം. ക്രിസ്മസ് ആകാനായിട്ട് നോക്കിയിരിക്കുവാണേ. ക്രിസ്മസിൻ്റെ അവധി കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇടുക്കി പോകണം എന്ന് പറഞ്ഞുള്ള ശല്യമാണ്. അവിടെ നിലം തുടിക്കുന്നില്ല മകളെ. അപ്പോൾ അതുപോലെ ഓരോ പെൺപിള്ളേരും എവിടെയെല്ലാം പെൺപിള്ളേരെ കെട്ടിച്ച് കൊടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒരു ദിവസം അവധി അല്ലെങ്കിൽ 2 ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോകണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ കേട്ടോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം കല്യാണം കഴിച്ച് പോകുമ്പോൾ വലിയ താല്പര്യത്തോടെ അങ്ങ് ഓടിപ്പോകും. 1 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടാനുള്ള ഒരു വഴി നോക്കും. എൻ്റെ കൊച്ചുമോളാണെങ്കിൽ പറഞ്ഞത്, ഈ അമ്മയ്ക്ക് ഈ ജോലി ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് എന്നും ഇടുക്കി പോകാമായിരുന്നെന്നാണ് പറയണത്. അങ്ങനെ കുഞ്ഞിന് ഇങ്ങോട്ട് വരണം ഇടുക്കിക്ക് വരണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് മരുമോൾ അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ, അവർക്ക് അവരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർക്ക് പറ്റുന്ന സമയത്ത് അവർ പോകട്ടെ. സ്വയം തോന്നി ഭയങ്കര ബാധ്യതയാണ്, ഈ ആഴ്ച പോകാൻ പറ്റത്തില്ല നമുക്ക് എന്നൊക്കെ തോന്നി സ്വയം വീട്ടിലിരിക്കുന്ന സമയത്ത് വീട്ടിലിരിക്കും. നമുക്കതിനൊന്നും എതിരില്ല കേട്ടോ. കൊച്ചുങ്ങളോടൊന്നും ഒരു പരാതിയില്ല, പരിഭവമില്ല, പോരില്ല, കുശുമ്പില്ല. അങ്ങനെയൊരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ പണി ഇവിടെ തുടങ്ങാം. അപ്പോൾ ഓരോന്നോരോന്നായി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നുറുക്കി കഴുകി വാരി അരപ്പുകളൊക്കെ തിരുമ്മി, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കറിവേപ്പിലയൊക്കെ ഊരിയിട്ട് പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് തിരുമ്മി അടുപ്പിൽ വെച്ചിരിക്കുക കേട്ടോ. ഇത് അത്യാവശ്യം വിസിലടിച്ച് വേകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് പിന്നെ അതിൽ നിന്ന് കോരി കറിയാക്കണം, പിന്നെ ഫ്രൈ ചെയ്യണം. അപ്പോൾ പാവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചു, തേങ്ങയും ചിരണ്ടി വെച്ചു. അപ്പോൾ പാവയ്ക്ക തോരൻ ഉണ്ടാക്കണം. പിന്നെ അതോടൊപ്പം ചായ ഞാൻ ചൂടാക്കി വെച്ചു കേട്ടോ. ഞാൻ 1 ഗ്ലാസ് കട്ടൻ കുടിച്ച് വെച്ച് വരുമ്പോഴത്തേനും പിന്നെ അടുപ്പിൽ ഇരിക്കണം ആറിപ്പോവും. പിന്നെ ഞാൻ ചൂടാക്കും. അങ്ങനെ അടുക്കളയിലെ പണികൾ തീരുവോളം ഈ കട്ടൻ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. തീരെ കടുപ്പം കുറച്ചാണ് കുടിക്കുന്നത്, അതുകൊണ്ട് വലിയ ദോഷമൊന്നും കാണിയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ശരീരത്തിൽ വെള്ളമൊക്കെ ചെല്ലുമല്ലോ. വെള്ളം കുടിക്കണമെന്നല്ല പറയണത്, ഒത്തിരി വെള്ളം കുടിക്കണമെന്ന് പറയണത്. അതായത് അടുക്കളപ്പണി ചെയ്യുമ്പോഴേ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ തിളച്ച വെള്ളം ചുമ്മാ മറ്റുള്ള വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് അല്പാപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പം ഒരേ കവള് കുടിച്ച് അതിനെ തീർക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിൽ ചെല്ലും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം വിസിലടിച്ച് വേകുന്ന ഒരു പരുവം നമുക്കറിയാമല്ലോ. ആ സമയത്ത് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് പിന്നെ ബാക്കി അത് ഫ്രൈ ആക്കുമ്പോൾ നമുക്ക് കാണിക്കാം. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറ് കിട്ടണം. ഇന്നത്തെ ഇലപ്പൊതി കിട്ടുന്നത് ഞാൻ ഇന്ന് കാണിക്കാം കേട്ടോ. ഷോർട്സിലാണ് ഇലപ്പൊതി കിട്ടുന്നത് അധികവും ഇടാറുള്ളൂ, ലോങ് വീഡിയോയിൽ ഇടാറില്ല. ഇന്ന് ലോങ് വീഡിയോയിൽ ഇന്ന് ഒരു ഇലപ്പൊതി കിട്ടുന്ന കാണിക്കുവേ. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. വെന്ത് ആവശ്യത്തിന് ചാറൊക്കെ ആയിട്ട് കിടക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കോരിയെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവേ. അത് കഴിഞ്ഞ് കുറച്ച് കപ്പയൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണം. അതിൻ്റെ ആവി പൊങ്ങിയിട്ട് ക്യാമറ മഞ്ഞ് പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാവയ്ക്ക തോരൻ വെക്കാൻ. പാവയ്ക്ക, അതിന് പുറത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി ഇതരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഉപ്പ് ചേർക്കണം, പിന്നെ കറിവേപ്പില ഇടണം. എന്നിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം, അതായത് ഒരു കുറച്ച് വെള്ളം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. 2-3 സ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ സ്പൂണിന് അളക്കാനൊന്നും പോകുന്നില്ല. ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ആവി കയറി വെന്ത് വരുമ്പോഴത്തേനും വെള്ളം പറ്റണം, ആ രീതിയിൽ. എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് പറ്റി കഴിയുമ്പം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി തോർത്തിയെടുക്കണം. അതാണ് ആ പാവയ്ക്ക തോരൻ. ഇതിൻ്റെ കൂടെ പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ തുണ്ടൻ മീൻ, സ്രാവിൻ്റെ നല്ല കഷ്ണങ്ങൾ
ഇട്ടിട്ട് തോരൻ വെച്ചാൽ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് കുടംപുളിയും കൂടെ ചേർത്തിട്ട് ഇതേ ഇൻഗ്രീഡിയൻസും സ്രാവിൻ്റെ കഷ്ണം അല്ലെങ്കിൽ തുണ്ടമ്മീൻ്റെ കഷ്ണവും ചേർത്ത് കുടംപുളിയും ചേർത്ത് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ആ തോരനും. അങ്ങനെയും വെക്കാം. ഇന്നിപ്പോൾ മീനില്ലാത്ത വെളുത്ത പാവയ്ക്ക തോരൻ. പിന്നെ ഇത് നമുക്ക് പന്നിയിറച്ചിക്ക് വേണ്ടുന്ന ഫ്രൈക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. വെളുത്തുള്ളി അല്പം മുഴുപ്പ് കൂടല. അപ്പം നമുക്ക് ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ കീറണം. ഈ ഇഞ്ചി അരിഞ്ഞതുപോലെ കീറി എടുക്കണേ. ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, ശകലം മുഴുപ്പ് കൂടല. അപ്പം അതിനെ നമുക്ക് ഈ ഇഞ്ചി പോലെ ചെറുതായിട്ടും കൂടെ അരിഞ്ഞെടുക്കാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് ചെറിയ വെളുത്തുള്ളിയും കൂടെ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. എന്നിട്ട് അത് എണ്ണയ്ക്കകത്തേക്ക് ഇടണം, കറിവേപ്പിലെല്ലാം കൂടെ. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഈ കറിവേപ്പില ഉള്ളിയെല്ലാം വഴറ്റി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് എടുക്കാം. അപ്പോൾ ഇത് ആദ്യം പാവയ്ക്കത്തോരൻ വെക്കാവേ. അപ്പോൾ പാവയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുത്തു, പിന്നെ തേങ്ങ ഇട്ടു, പിന്നെ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇളക്കി തോർത്തി എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അതോടൊപ്പം തന്നെ ഈ ഇറച്ചിക്കറിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ള തേങ്ങ മുറിയിടാം. ഇതൊരു ചാറുകറി വെക്കാനാണേ. നമുക്ക് ആ ബാക്കിയുള്ള തേങ്ങ അരച്ച് ഒരു ചാറ് ഉണ്ടാക്കണം. ചെമ്മീൻ, പടവലങ്ങ, തക്കാളി ഇത്രയും ചേർത്ത് നമുക്കൊരു ചാറുകറിയും കൂടെ വെച്ചെടുക്കാം. അപ്പോൾ ഒരു തോരനും ആയില്ലേ, ചാറുമായി. അതൊക്കെ മതി. ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഇതും കൂടെ അതോടൊപ്പം ഇതും കൂടെ ചെയ്യാം. അപ്പം നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി കേട്ടോ. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാൻ നല്ല രുചി വരുവേ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി. ഇനി നന്നായിട്ട് ചെറു തീയിട്ട് ആ വെളിച്ചെണ്ണ ശരിക്ക് ഇളക്കി കൂട്ടി ചെറു തീയിൽ ഉണങ്ങണം. ഇപ്പം നന്നായിട്ട് വെള്ളം പറ്റി ഇളക്കി കൂട്ടി തീയും കെടുത്തി ഇട്ടതാണേ. അപ്പോൾ ഇനി ഒന്നും കൂടെ തീ കൊടുക്കണം. എന്നിട്ട് ആ തീ കത്തി നിൽക്കുന്ന സമയത്ത് ഇളക്കി ഒന്ന് വൃത്തിയാക്കി ഉണങ്ങിയെടുക്കണം. പിന്നെ ഇറച്ചി ഫ്രൈ ആക്കാൻ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാവയ്ക്ക റെഡിയാക്കി വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് അരപ്പും സാധനങ്ങളും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് കോരിയെടുത്ത് ഫ്രൈ ചെയ്യാം. പിന്നെ ഒരല്പം ഗ്രേവിയൊക്കെ ആക്കി എടുക്കണേ. അത് കപ്പപ്പുഴുക്ക് തിന്നാൻ വേണ്ടി ഫ്രൈ ആക്കി എടുക്കുന്ന ചോറിന്. നമ്മളിത് മുളക് പൊടി ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ. കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് വേവിച്ചത്. അപ്പം ഇത് മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഇത് വഴറ്റി ആ കൂടെ ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് ഗരം മസാല. ഇന്ന് മീറ്റ് മസാലയല്ല ചേർക്കുന്നത്, ഇന്ന് ഗരം മസാല ചേർത്താണ് ഇത് ഫ്രൈ ആക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യാം. ഞാൻ അധികം മീറ്റ് മസാലയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പിന്നെ വേറെ ഒരു അല്പം മുളക് പൊടി മാത്രമേ കൂടെ ചേർക്കാറുള്ളൂ. ഇന്നിപ്പം മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല. അപ്പോൾ പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി സെപ്പറേറ്റ് ചേർത്തു. എന്താ തടി അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. ഇത് ഇങ്ങനെ മൂട്ടുമ്പോഴത്തേനും ഇങ്ങനെയൊന്ന് മുട്ടിയ ഭയങ്കര ഒച്ച. അതുകൊണ്ട് ഒച്ച കേൾപ്പിക്കാതെയൊക്കെ ഇതൊന്നും റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. തടിത്തവികൾക്ക് അധികം ഇങ്ങനെ പിടിക്ക് നീളമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പിടി നീളമുള്ള തവി നോക്കിയെടുത്താണ്. അപ്പോഴത്തേനും അറിയാതെ അവിടെ എവിടെയും മുട്ടിക്കഴിഞ്ഞാൽ പള്ളിമണി അടിക്കുമ്പോഴേയും കൂടി സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇത് കോരി ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് സെറ്റാക്കി കറി റെഡിയായി കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇതും റെഡിയായി. ഇനി നമുക്ക് ഗ്രേവി ആയിട്ട് വെക്കുന്നത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് പൊടി തട്ടി കൊടുത്തു വിടാനും ചോറിന് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇതും റെഡിയായി. ഇനി ചെമ്മീനും തക്കാളിയും പടവലങ്ങയും കൂടി ഒരു ചാറ് കറിയും കൂടെ വെക്കണം. അപ്പോൾ അടുത്ത പണി അതിന് നോക്കാം. തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തെങ്കിലും ചൂട് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് കുരുമുളക് പൊടി ഒരല്പം നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി ആവിയൊക്കെ പോകുമ്പോഴത്തേനും ഓരോന്നോരോന്നായിട്ട് പെറുക്കി കഴിക്കാം.
അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ ഇനി. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്തു, ഫൈനലായി. അപ്പോൾ ഒരു ചോറും പൊതി കിട്ടുവാണേ, പെട്ടെന്ന് ഉണ്ടാക്കുവാണ്. പിന്നെ ചാറുകറി ഉണ്ടാക്കിയില്ല, അതിന് പകരം ഇത് കണ്ടോ, നല്ല ഉള്ളിയും മുളകും പൊട്ടിച്ച് എണ്ണ ഒഴിച്ചു, നല്ല മാരിമുളക് പൊട്ടിച്ച് എണ്ണ ഒഴിച്ചെടുത്ത്. പിന്നെ ഇറച്ചി ഫ്രൈ ഉണ്ട്, പാവയ്ക്ക തോരനുണ്ട്. ഇത് കൂട്ടി പൊതി കെട്ടാമെന്ന് വിചാരിച്ചേ. ഇത് മതി തൽക്കാലത്തേനുള്ളതൊക്കെ. ഇതുണ്ട് നമ്മൾ ചാറ് വയ്ക്കാനുള്ള സംഭവം. ചെമ്മീൻ ചേർത്ത് വയ്ക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. തക്കാളിയും കൂടി അതിൽ നിന്ന് ചേർക്കണം, തേങ്ങ അരിക്കണം, എന്നിട്ടുണ്ടാക്കുന്ന കറികളാണേ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പൊതിച്ചോറ് കെട്ടാൻ പോകുന്ന സംഭവം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മടക്കി കെട്ടി പേപ്പറിട്ട് പൊതിഞ്ഞ് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുവാണേ. പല പല കഥകളൊക്കെ പറഞ്ഞ് വീഡിയോ പിടിക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. അതൊന്നും ശരിയായില്ല. കാരണം രാവിലെ തൊട്ട് സന്ധ്യ വരെ മഴയായിരുന്നു. മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. മുറ്റത്തുള്ള ഒരു ജോലിയും പണിയും നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. അപ്പോൾ രാവിലത്തെ ആ ഒരു കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വൈകിട്ട് രാത്രി ഒരു 8 മണിക്ക് ശേഷമാണ് ഇതുണ്ട് പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീനിട്ട് വയ്ക്കാനിരുന്ന കറിയാണ്. അത് ഞാൻ ചെമ്മീൻ ഇല്ലാതെ വെക്കാൻ തുടങ്ങി. ചെമ്മീൻ ഇരുന്ന് പൂത്തുപോയി, കൊള്ളില്ലാണ്ട് പോയി എടുത്ത് നോക്കിയപ്പോൾ. അതുകൊണ്ട് അതിനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ അന്ന് പിന്നെ ഈ ക്യാരറ്റും ഈ പടവലങ്ങയും കൂടെ മറ്റേ സവാളയൊക്കെ ചേർത്ത് ഒരു മെഴുക്ക് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പാവയ്ക്ക തീയൽ വെക്കാനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ എല്ലാം കൂടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുകയാണേ. ഉണ്ട് തക്കാളിക്കുണ്ട്. പിന്നെ ഉള്ളി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി. അതൊക്കെ ചേർത്ത് നമുക്ക് തീയൽ വയ്ക്കണം. പാവയ്ക്ക തീയൽ 2 ദിവസം ഇരുന്നോളും. മല്ലി അരച്ചാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വളിച്ചൊന്നും പോകില്ല കേട്ടോ. നന്നായിട്ട് സൂക്ഷിച്ച് വൃത്തിയായിട്ട് വെച്ചിരുന്നാൽ മതി. പല തവിയിട്ട് കോരിയോ ഇളക്കുകയോ ഒന്നും ചെയ്യാതെ എടുത്ത് വെച്ചിരുന്നാൽ ഒരു കേടും വരികയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്താ ഇറച്ചി ഫ്രൈ ആക്കിയതിൻ്റെ ബാലൻസ് വന്നത് കോരി വേറൊരു പാത്രത്തിലാക്കി ഇനി അത് മൂടി വെക്കണം. എന്നിട്ട് ഇനി ഗ്രേവി ഉണ്ടാക്കണം. നമുക്ക് ഇറച്ചിക്കറിയുടെ ഗ്രേവി കണ്ടോ. ഇതുകൊണ്ട് കപ്പയോ ചോറോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കണം. അങ്ങനെ 2-3 കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞില്ലേ, പുറത്തൊരു കാര്യം നടന്നില്ല. മഴ കാരണം ഭയങ്കര തണുപ്പും ഒരു പ്രത്യേക സൈസ് തണുപ്പായിരുന്നു കേട്ടോ ഇന്നത്തെ മഴയ്ക്ക്. 4-5 ദിവസത്തേന് മഴ ഉണ്ടായിരിക്കും എന്നാണ് വാർത്തയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ന്യൂനമർദ്ദമോ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മഴയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ. മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ഇഞ്ചിയുണ്ട്, 2-3 വെളുത്തുള്ളിയുണ്ട്. അങ്ങനെ ആദ്യമേ തന്നെ പാവയ്ക്ക തീയലിനുള്ള സംഭവമാട്ടോ ഈ ചെയ്യുന്നത്. ഇതുണ്ടോ ഇറച്ചിക്കറി പരുവത്തിലായി. എൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അതിങ്ങനെ മൂടി വെക്കാം. നമുക്ക് ഇത് മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഒരു ലേശം വാളംപുളി, കുടംപുളിയല്ല കേട്ടോ, വാളംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളിക്ക് വരുമ്പോൾ പുളിയുടെ ആവശ്യമില്ല. എങ്കിലും വറുത്തരക്കറിക്ക് വാളംപുളി മസ്റ്റാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ പിന്നെ തക്കാളിക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക അരിഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ ചെമ്മീൻ കറി വെക്കാനിരുന്നതാണ്, അതിനെ മാറ്റി ചെമ്മീൻ പൂത്ത് പോയി എന്ന് പറഞ്ഞില്ല. പൂത്തെന്ന് പറഞ്ഞാൽ പൂക്കളുണ്ടായിരുന്നല്ല, പൂപ്പൽ കയറി. അപ്പോൾ അതിനെ എടുത്ത് കളഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെമ്മീനും പടവലങ്ങയും തക്കാളിക്കയും മാങ്ങയൊക്കെ ഇട്ട് പിന്നെ ഒരു ദിവസം ഒരു ചാറുകറി വെച്ച് കാണിക്കാം. ഒത്തിരി സാമ്പാർ പോലെ നീണ്ടു പോണ ചാറല്ല, ഒരു പൊതയനായിട്ടൊരു കറിയാണ് കേട്ടോ. ഒത്തിരി നീളവും ഇല്ല, ഒത്തിരി കുറുവോ ഇല്ലാത്തൊരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചെമ്മീൻ കറി. ചെമ്മീനും പടവലങ്ങയും മെയിനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന്
റെഡിയാക്കി വെക്കാം. പാവയ്ക്ക നന്നായിട്ട് വാടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഉള്ളിയും പാവയ്ക്കയും നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിനെ കോരി മാറ്റി ഒരു പാത്രത്തിൽ വെച്ചിട്ട് തക്കാളിക്ക് നന്നായിട്ട് വഴറ്റണം. അതിന് ശേഷമാണ് അരപ്പും പാവയ്ക്ക എല്ലാം കൂടെ ഇട്ട് ഇത് മിക്സ് ചെയ്യുള്ളൂ കേട്ടോ. പാവയ്ക്കയുടെ കൂടെ തക്കാളിക്കിട്ട് വഴറ്റാന്ന് വെച്ചാൽ അത് ശരിയാകത്തില്ല. തക്കാളി നന്നായിട്ടൊന്നും വഴണ്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കത് പിന്നീട് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളിപ്പഴം പാവയ്ക്കയും കൂടെ തീയൽ വെക്കുന്നതിനുള്ള അരപ്പാട്ടോ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാം തക്കാളി, ഉള്ളി, ഇഞ്ചി, പാവയ്ക്ക. ഇത്ര സാധനം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് എണ്ണയിൽ. പാവയ്ക്ക കോരി മാറ്റി വെച്ച് തക്കാളി തന്നെ ഇട്ട് വഴറ്റി, എന്നിട്ട് അതിൻ്റെ കൂടെയിട്ട് പിന്നെ ഈ പാവയ്ക്ക ഇട്ട് മിക്സ് ചെയ്താൽ കേട്ടോ. നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും നല്ല തിളച്ച ചൂടുവെള്ളം ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി കേട്ടോ. ആവശ്യത്തിന് വെള്ളമുണ്ട്, നല്ല കൊഴുത്ത അരപ്പൊക്കെ ഉണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിനകത്ത് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ വേറെ പാത്രത്തിലേക്ക് കോരി കുറച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾ കോരി വിളക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുകയൊന്നുമില്ല, എന്നതിന് വലിച്ച് ചള്ളായി പോകും. അപ്പോൾ കറക്റ്റ് ലൂസായിട്ടിരിക്കുക. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ഇതിലും കുറുകിയാലും കൊള്ളൂല, ഇതിൽ കൂടുതൽ ചാറുണ്ടായാലും കൊള്ളൂല കേട്ടോ. ഇതിൻ്റെ പരുവത്തിനിരിക്കുകയാണേ. അങ്ങനെ തക്കാളിക്ക പാവയ്ക്ക വറുത്തരക്കറി റെഡിയായി. ഇനി നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാൻ വെച്ച സാധനം കൊണ്ടൊരു മെഴുക്കുവരട്ടി വെക്കാം. ചെമ്മീനില്ലാത്തതുകൊണ്ട്. ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു മാതിരി തീർത്ത് കൊടുത്തു കേട്ടോ. ഇവിടെ കൊണ്ട് നിർത്തി. അല്പം കൂടി അതൊന്ന് വേകാനുണ്ടേ. അപ്പം അതിൽ നിന്നൊന്ന് വെന്തോടെ. അപ്പം ഇവിടെ കൊണ്ട് തീർത്തു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.